സൂറത്തു സ്വാഫാത്തിലെ ഒരു ആയത്ത്. എന്താണ് മഹാനവറുകൾ ഓതിയത്? ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്താൽ ചിരിക്കേണ്ട കാലത്ത് ചിരിക്കാം. കൂട്ടുകാരെ, നമുക്ക് ചിരിക്കേണ്ട കാലം ആഖിറമാണ്. നമ്മളെല്ലാം മുഅ്മിനീങ്ങളായത് തന്നെ, അമ്പിയാക്കൾ ലക്ഷക്കണക്കിന് ഇവിടെ വന്നത് തന്നെ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറയാനാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ചിലരുടെ യാത്ര കണ്ടാൽ തോന്നും അവൻ മരിക്കൂല. ബുള്ളറ്റ് ഓടിക്കുന്ന കണ്ടാൽ, അല്ലെങ്കിൽ തുറന്നിട്ട ജീപ്പ് ഓടിക്കുന്ന കണ്ടാൽ ഇയാളെന്താ മരിക്കൂലേ എന്ന് തോന്നിപ്പോകുന്ന ജീവിതത്തിലാണ് പലരുടെയും ഓട്ടം ഉള്ളത്. നമുക്ക് ചിരിക്കേണ്ട ഒരു കാലം പരലോകമാണ്. അതിനെന്ത് വേണം? ഇവിടുന്ന് പണിയെടുക്കണം. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽയൗമ അമലുൻ, ഇന്നാണ് മോനെ പണിയെടുക്കേണ്ടത്, അതിന്റെ പ്രതിഫലം ഗദൻ ജസാഉൻ, ആഖിറത്തിലാണ്. കല്യാണത്തിൽ നടക്കുന്ന ദൂർത്തുണ്ടാണ്. ചോക്ലേറ്റിന്റെ ഗോപുരങ്ങളല്ലേ നമ്മളെ എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്നത്? എന്ത് ഈ സ്നിക്കേഴ്സും ഗാലക്സിയും ബോണ്ടിയുടെ ഫോട്ടോ വീഡിയോ റീലാക്കണം, ഫാമിലി ഗ്രൂപ്പിൽ ഇടണം, അത്ര തന്നെ ഉദ്ദേശം. ചോക്ലേറ്റിന്റെ പർവ്വതങ്ങളല്ലേ നമ്മൾ എൻഗേജ്മെന്റിൽ നടക്കുന്നത്? നമുക്ക് തങ്ങൾക്കിടയിലുള്ള ബന്ധം എന്താ? ഒരാൾ റസൂലുള്ളാഹിയുടെ ഒപ്പ് കൂടുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറഞ്ഞു, ദുനിയാവിനുള്ള ഹുബ്ബ് കുറയും. ഗസയിലെ മക്കളും റഫയിലെ മക്കളും വെസ്റ്റ് ബാങ്കിലെ മക്കളും ഇങ്ങനെ കാലും കൈയില്ലാതെ, നിങ്ങൾ അവിടെ നിന്ന് പോകേണ്ട ഈജിപ്തിലൊന്ന് സിയാറത്തിന് പോയൊക്കെ, ഇറാഖിലൊന്ന് സിയാറത്തിന് പോയൊക്കെ, ഓരോ മക്കളയിലും പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു റൊട്ടിക്ക് വേണ്ടി കരയുന്ന 200-300 പിള്ളേരെ കാണാം. പോണ്ട, അവിടെ ഒന്നും പോണ്ട, വിജയം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഉത്തരേന്ത്യയിലൊന്ന് പോക്ക് 1000-10,000 ഇല്ല, കോടിക്കണക്കിന് മനുഷ്യ കുട്ടികളുണ്ട് അവിടെ, പാവങ്ങൾ. ഒരു നേരത്തെ തിന്നാനില്ല, ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും കിടക്കാനുള്ള ഇടവും കിട്ടാതെ കഷ്ടപ്പെടുന്നവർ. 15 ലക്ഷം അറക്ക് കല്യാണത്തിന്. എന്നിട്ട് ചെറിയ എന്തോ കുറവുള്ളതുകൊണ്ട് ചെറുപ്പക്കാർ ഒരു താഴ്ച പൊളിച്ചിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് റീൽസ് ഇങ്ങനെ ഇട്ട് വിടുക. എന്താ ഇതിന് പറയാ കുട്ടികളെ? എന്നിട്ട് നമ്മൾ ഹദീസ് സുബീക്ക് ക്ലാസ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു കെട്ടിടം പോലെയാണ്, മനുഷ്യൻ ശരീരം പോലെയാണ്. ഇതസ്തക, ഒരു വിരലിൽ മുറിവ് വന്നാൽ ശരീരത്തിന് പനി വരും. വെസ്റ്റ് ബാങ്കിലെ മുഅ്മിനും നമ്മളും തമ്മിൽ എന്താ ബന്ധം? ഈ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? കല്യാണത്തിൽ നടക്കുന്ന ദൂർത്തെന്താണ്? നിങ്ങൾ ആലോചിച്ചേ, ചോക്ലേറ്റിന്റെ ഗോപുരങ്ങളല്ലേ നമ്മളെ എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്നത്? എന്ത് ഈ സ്നിക്കേഴ്സും ഗാലക്സിയും ബോണ്ടിയുടെ ഫോട്ടോ വീഡിയോ റീലാക്കണം, ഫാമിലി ഗ്രൂപ്പിൽ ഇടണം, അത്ര തന്നെ ഉദ്ദേശം. ചോക്ലേറ്റിന്റെ പർവ്വതങ്ങളല്ലേ നമ്മൾ എൻഗേജ്മെന്റിൽ. ഒരാണിനോട് ഒരു പെണ്ണ്, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, 5 പൈസക്ക് ഗതിയില്ലാതെ എന്ന് പറഞ്ഞാൽ ഓനാകെ തളർന്നു. പിന്നെ ഓനെ പ്രഷർ അടിച്ചു കയറിയതിന്റെ കാരണം വേറെ അന്വേഷിക്കൊന്നും വേണ്ട, അത് തന്നെയാണ് കാരണം. ആണുങ്ങളുടെ പോക്കറ്റിനെ ആക്ഷേപിക്കാൻ പാടില്ല, അത് നോക്കാനും പാടില്ല, ആക്ഷേപിക്കാനും പാടില്ല. 500 റുപ്യൊക്കെ ഇറക്കെടുത്തിച്ചുകൊണ്ട് വരഞ്ഞാൽ പിന്നെ അവസാനമാകുമ്പോ ഒന്നും ഉണ്ടാവില്ല. അല്ല, എന്തേലൊക്കെ പറഞ്ഞിട്ട് എടുത്തുവെച്ചാൽ മതി. എന്നാലേ വല്ല സ്വർണത്തിന് എന്തേലും മൂതരോ എന്തേലും കമ്മലൊക്കെ വാങ്ങാൻ സംഗതി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സാധനം ബാക്കി ഉണ്ടാവില്ല. എന്തേലൊക്കെ ഞാൻ ഇടയ്ക്ക് എടുക്കിട്ടോ എന്ന് മൊത്തത്തിൽ സമ്മതാക്കിയാൽ മതി. ഞാൻ എന്തേലൊക്കെ എടുക്കിട്ടോ എന്ന് പറഞ്ഞാൽ സമ്മതാക്കി ചെയ്യാണ്ട്. എന്തായാലും ആണുങ്ങളുടെ പോക്കറ്റിനെ ഇൻസൾട്ട് ചെയ്യരുത്. നിങ്ങൾ എന്തൊരു മനസ്സിലാ, നമുക്കത് മതിയല്ലോ, ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തിന്റെ കുറവാ എന്ന് ചോദിക്കാൻ പറ്റുമോ? ആണുങ്ങൾ സന്തോഷമായിരിക്കും. കാരണം അവരുടെ മനസ്സ് ശേഖരണ മനസ്സാണ്, പണവുമായി ബന്ധപ്പെട്ട മനസ്സാണ്. ഒരാണിനോടൊരു പെണ്ണ്